എന്ന് പറയുന്നത്, അതായത് നമുക്ക് ബുദ്ധിമുട്ടാണ് എപ്പോഴും മനപ്രസാദം ഉള്ളവരായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ദുഃഖം സന്തോഷം വരുമായിരിക്കും. അതൊന്നും ഇല്ലാതെ, അതായത് മനപ്രസാദം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, അതായത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ടെൻഷൻ ആവാതെ ദുഃഖിക്കാതെ മനപ്രസാദത്തോടെ ആരാണോ ഇരിക്കുന്നത്, ആർക്കാണോ ആത്മസംയമനം ഉള്ളത്, അതായത് നമ്മൾക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാൻ തോന്നിയാലും റിയാക്ട് ചെയ്യാതിരിക്കുക, ആത്മസംയമനം, സ്വഭാവ സംശുദ്ധി, ഇതൊക്കെയാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പിന്നെ അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ആരാണോ, അതായത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി യോഗ്യരായിട്ട് ഇരിക്കുന്ന ആളുകൾ ആരാണോ യജ്ഞം ചെയ്യുന്നത്, അതായത് യജ്ഞമോ തപസ്സോ ചെയ്യുന്നത്, അവരുടെ തപസ് എന്ന് പറയുന്നത് സാത്വികമായ തപസ്സാവുന്നു. അതായത് വെറുതെ ഒരാൾ തപസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാത്വികമായ തപസ് അല്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന തപസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് അതായത് യോഗ്യരായിരിക്കണം, ആദ്യം അത് ചെയ്യാൻ യോഗ്യരായിരിക്കണം, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണം, ഫലേഷ്ടം ഉണ്ടാവരുത്, അതായത് നിന്നെ ഫലം ലഭിക്കണം എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു തപസ്സോ യജ്ഞമോ ചെയ്യാൻ പാടില്ല. അപ്പോഴാണത് സാത്വികമായ തപസ്സാവുന്നത്. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് ദാനം. നമ്മളെല്ലാവരും ദാനം ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ദാനത്തിന് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ എല്ലാവരും ദാനം ചെയ്യുന്നത്. ഈ ദാനം തന്നെ 3 തരത്തിലുണ്ട്. അതായത് സാത്വികമായിട്ടുള്ള ദാനമുണ്ട്, രജസ് വരുന്ന ദാനമുണ്ട്, തമസ് വരുന്ന ദാനമുണ്ട്. എങ്ങനെയാണ് സാത്വികമായിട്ടുള്ള ദാനം വരുന്നത്? അതായത് ഫലമൊന്നും, മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫലമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കർത്തവ്യമാണ് ഇന്ന ആളിന് ദാനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലത്തും യോഗ്യമായിട്ടുള്ള പാത്രത്തിലും ചെയ്യുന്ന ദാനമാണ് സാത്വികം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്ന സമയത്ത് അവരെ യോഗ്യരാണോ, ആ ദാനത്തിൽ നിന്ന് ദാനം കൊടുക്കുന്നതിൽ യോഗ്യരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ദാനം കൊടുക്കേണ്ട സാഹചര്യമാണോ, അതായത് സന്ദർഭമാണോ, സാഹചര്യമാണോ, സ്ഥലമാണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കുന്നു, അവരത് മറ്റുള്ളവരുടെ ദ്രോഹത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ദോഷം നമുക്കൂടെയാണ്. അപ്പം യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് യോഗ്യമായ സ്ഥലത്തും സന്ദർഭത്തിലും യോഗ്യമായ പാത്രത്തിലും ചെയ്യുന്ന ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം. ഇനി രജോ ഗുണത്തിലുള്ള ദാനം എന്താണ്? അതായത് ഫലം ഇച്ഛിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പുണ്യം ലഭിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, അതായത് ചിന്തയോടുകൂടി ചെയ്യുന്ന ദാനം. അത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്ക് മടിയോടുകൂടിയുള്ള ദാനം. ഇപ്പൊ നമ്മൾ ചില ദാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയോ നമുക്ക് കൊടുക്കണമായിരുന്നോ, ഇത്രയും കൊടുക്കണമായിരുന്നോ, അതോ കൂടിപ്പോയോ, അങ്ങനെ മടിയോടുകൂടി ഫലം ഇച്ഛിച്ച് വീണ്ടും വീണ്ടും പുണ്യം കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ദാനം രാജസികമായിട്ടുള്ള ദാനമാകുന്നു. അപ്പൊ അത് സാത്വിക ഗുണം പോയി രാജസിക ഗുണത്തിലേക്ക് എത്തി. ഇനി തമോ ഗുണത്തിലുള്ള ദാനം എപ്പോഴാണ്? അതായത് അർഹിക്കാത്തവർക്ക് അർഹിക്കാത്ത സ്ഥലത്ത് അർഹിക്കാത്ത പാത്രത്തില് ചെയ്യുന്ന, അതായത്